ഹായ് ഹലോ ദേ ഞങ്ങൾ ട്രെയിനിൽ കുട്ടനാട് പോകാൻ വേണ്ടി ഇരിക്കുവാണ് കേട്ടോ. ഞങ്ങളിതേ കുട്ടനാട് ഓട്ടോറിക്ഷ ചേട്ടനോട് പറഞ്ഞു ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് എവിടെയെന്ന് വെച്ചപ്പോൾ അയാൾ കൈനഗിരിയിൽ ആറ്റുമുഖം എന്നൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അടിപൊളിയാണെന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയി ദേ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, കാര്യം രാവിലെ ഒന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ ദേ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡാണ് ഇതൊക്കെ. ഓൾമോസ്റ്റ് അവിടുത്തെ സ്പെഷ്യലെല്ലാം ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ദേ ചെമ്മീൻ റോസ്റ്റാണ് ഞാൻ കഴിക്കണം കേട്ടോ. അടിപൊളി ചെമ്മീൻ റോസ്റ്റായിരുന്നു. പിന്നെ ദേ ചിക്കൻ കരിമീൻ, ദേ നമ്മുടെ കപ്പയും കാളാഞ്ചി മീനും, അതും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ദേ പിള്ളേർക്കാണ് നമ്മൾ ചിക്കൻ പറഞ്ഞത്. ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, എന്നാലും കൊള്ളാം. പിന്നെ ഈ കപ്പേനെക്കാട്ടും ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടത് വെള്ളയപ്പവും കാളാഞ്ചി മീനും കൂടെ കഴിക്കുന്നതായിരുന്നു കേട്ടോ ടേസ്റ്റ്. നല്ല സോഫ്റ്റ് വെള്ളയപ്പമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത സ്പെഷ്യൽ ഞണ്ടായിരുന്നേ. ഞണ്ട് പല്ലി കമ്പിട്ടേക്കൊണ്ട് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, എങ്കിലും ഞാൻ കടിച്ച് പറിച്ചൊക്കെ കഴിച്ചു കേട്ടോ ഒരുവിധം. കൊള്ളാം, ഒരു സ്പെഷ്യൽ മസാല എന്നൊക്കെ പറയാം. അങ്ങനെ ദേ ഞണ്ട് കഴിക്കാനാണ്. ലാസ്റ്റ് ഞങ്ങളുടെ സ്പെഷ്യൽ പറഞ്ഞത് എന്തിട്ടാണ്, വരാൽ. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ലാസ്റ്റാണ് സ്പെഷ്യൽ വന്നത്. അപ്പോൾ അതേ സ്പെഷ്യൽ വന്നപ്പോഴേക്കും നമ്മുടെ വയറൊക്കെ നിറഞ്ഞു. പിന്നെ നമ്മളിത് പാർസൽ ചെയ്യുക ചെയ്തത് വീട്ടിലേക്ക്. അവിടെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കരിമീനും ചെമ്മീനും ഞണ്ട് റോസ്റ്റും പോർക്ക് ഞാൻ കഴിക്കില്ല, വരാൽ പൊള്ളിച്ചത്, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു സ്പെഷ്യൽ. എങ്കിലും അടിപൊളിയായിരുന്നു, നല്ലൊരു ലഞ്ചായിരുന്നു. മീൻകറിയും കപ്പയും വെള്ളയപ്പവും ചോറും. അന്ന് ഞങ്ങളത് അവിടെ നിന്ന് കുട്ടനാട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ടോ. ഇത് ചെറിയ ബോട്ടാണ്, ചെറിയ ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ ചെറിയൊരു ബോട്ടാണ്. മണിക്കൂറിന് വെച്ചിട്ടാണ് ഇതിൻ്റെ പൈസ. ഞങ്ങളൊരു മണിക്കൂർ എടുത്തുള്ളൂ. നമുക്കധികം ടൈമില്ല സ്പെൻഡ് ചെയ്യാനായിട്ട്. വൈകുന്നേരം 6:30ക്കാണ് ട്രെയിനുള്ളത്. അപ്പോൾ നമ്മളിതൊരു മണിക്കൂർ എടുത്തിട്ട് ജസ്റ്റ് ഞങ്ങൾ കുട്ടനാടിൻ്റെ ചെറിയ ചെറിയ തോടുകളുള്ള ഉള്ളിലോട്ടുള്ള കുറേ വഴികളിലൊക്കെ ഈ ബോട്ട് കയറുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം എന്നുള്ള ഇതിലാണ് ഈ ചെറിയ ബോട്ട് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞങ്ങൾ ഈ ചെറിയ ബോട്ടിലൂടെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ് കേട്ടോ നേരിട്ട്. ഞാനല്ല, എൻ്റെ മക്കൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു തവണ വന്നിട്ടുണ്ട്. കൊള്ളാം, ഒരു വ്യത്യസ്തതയുള്ള കാഴ്ചകളും പ്രത്യേക അനുഭവമായിരുന്നു മക്കൾക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടപ്പോഴേക്കും. വെള്ളത്തിൻ്റെ അടുത്ത് ഇത്രയും അടുത്തായിട്ട് വീടുകൾ ഇരിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ കുട്ടികൾ കാണുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ കൈനഗിരിയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ 1 മണിക്കൂർ ടൈം വേണം നമുക്ക് അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ആ ബോട്ടിൽ കയറിയിരുന്നു. അപ്പോൾ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റിയതെല്ലാം കവർ ചെയ്തെന്ന്.